45 വർഷക്കാലം ഭരിച്ചൊരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. 45 വർഷക്കാലം ഇടതടവില്ലാതെ ഈ കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയുടെ നേതാവാണല്ലോ ശ്രീ എസ് പി ദീപക്. അങ്ങനെയുള്ള എസ് പി ദീപകിന് ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ ലേശം തൊട്ടുതലോടി പോയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറയും. കരാർ പുതുക്കാതെ തിരുവനന്തപുരത്ത് CPM-ന്റെ ബിനാമികൾ കൈവശം വച്ചിരുന്ന നഗരസഭാ സ്വത്തുക്കൾ തിരിച്ചുപിടിച്ച് ലേലം ചെയ്തതിലാണോ നിങ്ങൾക്ക് BJP നടത്തിയത് തെറ്റായി പോയി എന്ന് തോന്നുന്നത്? ആര്യ രാജേന്ദ്രൻ പറഞ്ഞ മറുപടി തിരുവനന്തപുരത്തെ ഈ വേസ്റ്റ് എല്ലാം പന്നി തിന്നോളും എന്നാണ്. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇവരെന്താ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത്? ഞങ്ങൾ കയറി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ബ്ലൂ പ്രിന്റ് ഇറക്കും. മാധ്യമങ്ങളെയും അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം വലിയ പ്രചരണമാണ് നടത്തിയത്. 15 ദിവസത്തിനകത്ത് ഞങ്ങൾ ബ്ലൂ പ്രിന്റ് ഇറക്കും. നമ്മൾ കാത്തിരുന്നു 45 6 മാസമായി. എവിടെ പോയി ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ നഗരസഭ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നീറുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ലതുപോലെ നടന്നുകൊണ്ടിരുന്ന ഒരു നഗരസഭയ്ക്കകത്ത് ഇന്നിപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. എന്നിട്ട് ഇത് നഗരത്തിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നം? ഇന്നിപ്പോ പകർച്ചവ്യാധിയായിട്ടുള്ള പനികളും മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളും വ്യാപകമായിട്ട് പകർന്നു പിടിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടു പോകുന്ന പനി മൂലവും മറ്റ് അസുഖം മൂലവും മരണപ്പെട്ടു പോകുന്നതിലേക്ക് എത്തുകയാണ് നഗരം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നഗരത്തിനകത്ത് ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലെ ഇപ്പോൾ പിടിപെടുന്നത്. ആശുപത്രിയിൽ നിങ്ങളൊന്ന് കയറി നോക്കൂ. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ വന്ന് നിൽക്കുകയും അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു വീണും ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലേക്കല്ലേ നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി എന്ന് പറയുന്നത്. അത്രയ്ക്ക് വേണോ സഖാവേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് CPM-ന്റെ 10-40 വർഷത്തിന് മേലായിട്ടുള്ള LDF-ന്റെ നഗരസഭാ ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP-യിലേക്ക് എത്തുന്നത്. BJP-യിലേക്ക് എത്തുമ്പോൾ അവർ നഗരത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും, വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഒളിമ്പിക് നഗരമാക്കി തിരുവനന്തപുരം നഗരത്തെ മാറ്റുമെന്ന് പറഞ്ഞു. 45 ദിവസത്തിന് അകം വലിയ വലിയ വിസ്മയങ്ങൾ അവിടെ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പൊ ഫലത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് LDF-ന്റെ ഭരണം ഇപ്പൊ BJP-കാരനായിട്ടുള്ള ഒരു മേയർ ഇരിക്കുന്നു എന്നുള്ള വ്യത്യാസത്തിൽ ഒരു വ്യത്യാസവും അവിടെ സംഭവിച്ചിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്ത ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം എന്നുള്ള നിരന്തര വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാലിന്യത്തിന്റെ കൂമ്പാരമായിട്ട് തിരുവനന്തപുരം നഗരം മാറുന്നു. മാലിന്യ നീക്കം പലപ്പോഴും തടസ്സപ്പെടുന്നു. അതിൽ കെടുകാര്യസ്ഥയുണ്ടാകും. തെരുവുനായുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നു. ഇതുകൂടാതെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം. മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിലും റോട്ടിലും തോട്ടിലും ഒക്കെ കാനയിലും ഒക്കെ ഇഷ്ടം പോലെ ചെളിവെള്ളവും അഴുക്കുവെള്ളവും കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. റോഡുകൾ വേണ്ടത്ര സമയബന്ധിതമായി നന്നാക്കാതെ അതും കുഴിയും കുണ്ടുമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് നാട്ടുകാർക്ക് യാത്ര ചെയ്യുന്നവർക്ക് നടുവൊടിയുന്ന സാഹചര്യം ഉണ്ടാകും. കാപ്പ കേസിലെ പ്രതിയൊക്കെയാണ്, ഗുണ്ടയൊക്കെയാണ് നഗരസഭയുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഭരണസ്തംഭനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരം BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി. പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, കുടിവെള്ള പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കേരള വാട്ടർ അതോറിറ്റി മേയറുടെ കസ്റ്റഡിയിലാണോ? കേരള വാട്ടർ അതോറിറ്റിയുടെ കസ്റ്റോഡിയൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാണോ? അല്ല. അതറിയാം എന്നുള്ള വസ്തുത ഇവർക്ക് 2 പേർക്കും അറിയാം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ദീപകിന്റെ പാർട്ടി ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്താണ് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഈ ആറ്റുകാൽ പ്രദേശത്തെ കുടിവെള്ളം മുട്ടിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കി നിർത്തിയത് SP ദീപകിന്റെ പാർട്ടിയാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. SP ദീപക് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ന് ജനാധിപത്യ ബോധവും ജനസ്നേഹവും ഒക്കെ പറയുന്ന ആളിനെ ഞങ്ങൾ എവിടെയും ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി കണ്ടില്ല. അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രൂരതയാണ്, ആ വെള്ളം വിട്ടുകൊടുക്കും, അവര് BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേര് കുടിവെള്ളം മുട്ടിക്കരുത് എന്നെങ്കിലും പറയാൻ SP ദീപകിന്റെ ജനാധിപത്യ ബോധം ഒരിടത്ത് ഞങ്ങൾ കണ്ടില്ല. എന്താ ഉറക്കം വരുന്നു? SP ദീപകിനെയും SP ദീപകിന്റെ പാർട്ടിയും കൃത്യമായി തിരുവനന്തപുരത്തെ ജനങ്ങൾ അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ പറയുന്ന നഗരസഭാ പരിധിക്കകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത പാർട്ടിയായി തിരുവനന്തപുരത്ത് SP ദീപകിന്റെ പാർട്ടിയെ ജനങ്ങൾ ചെവിക്ക് പിടിച്ച് കളത്തിന് പുറത്തിരുത്തിയിരിക്കുന്നത്. അത് ഇനിയും SP ദീപകിന്റെ പാർട്ടിയും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴികളിലേക്ക് താഴേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ ബഹുമാനപ്പെടുത്തുന്നത് താങ്കൾ അറിയിക്കുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ്. ആ വിഷയത്തിൽ എനിക്ക് കുറച്ച് ഡീപ്പായി പറയാനുണ്ട്. അതായത് വേസ്റ്റ് മാനേജ്മെന്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 45 വർഷക്കാലം ഭരിച്ചൊരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. 45 വർഷക്കാലം ഇടതടവില്ലാതെ ഈ കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയുടെ നേതാവാണല്ലോ ശ്രീ SP ദീപക്. അങ്ങനെയുള്ള SP ദീപകിന് ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ ലേശം തൊട്ടുതലോടി പോയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറയും. 45 വർഷം ഭരിച്ചിട്ട് ഒരു പദ്ധതി, ഈ വെളപ്പിശാല പൂട്ടിപ്പോയതിനു ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഖരമാലിന്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് SP ദീപകിന് അറിയോ? എനിക്കറിയില്ല. ഈ ചോദ്യം
തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ പാർട്ടി ലീഡർ ചോദിച്ച സമയത്ത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ പറഞ്ഞ മറുപടി തിരുവനന്തപുരത്തെ ഈ വേസ്റ്റ് എല്ലാം പന്നി തിന്നോളും എന്നാണ്. സന്തോഷായി, നല്ല സന്തോഷായി. കള്ളപ്പന്നി. അത്തരത്തിൽ ഉത്തരവാദിത്വം ലെവലേശമില്ലാത്ത, ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത, ഒരു വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു പദ്ധതി പോലും തീരുമാനിക്കാൻ കെൽപ്പില്ലാത്ത ഒരു നാണം കെട്ട പാർട്ടിയുടെ പ്രതിനിധിയായി 45 വർഷക്കാലം ഈ നഗരസഭയെ മുടിച്ച് കുളം തോണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ വന്നാൽ ആ ട്യൂഷൻ കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് അറിയാം. ശ്രീ SP ദീപക്, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടെ പനി കൂടുന്നുണ്ടല്ലേ? ആ പനി കൂടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യം 6 മാസം കൊണ്ട് വന്ന മാലിന്യം. അപ്പൊ ഇതിനു മുൻപ് നടന്നതോ? ഇതിനു മുൻപ് പനി പിടിച്ച് ഉറച്ചു മരിച്ചവരോ? അവരൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടത്തിയ 45 വർഷത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിങ്ങളുടെ ആ പ്രവർത്തനങ്ങളുടെ ശിലാഫലകങ്ങളാണോ അവരൊക്കെ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അപ്പൊ നിങ്ങൾ ഒരു എളുപ്പമില്ലാതെ നാണവുമില്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വായിൽ വരുന്നതെന്നും കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ SP ദീപകെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വലിയ അക്ഷരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നില്ല എന്ന് ചോദിച്ചു. അതെ, ഭരണം നടത്തുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എവിടെയാണ് BJPയുടെ ഭരണസമിതിയെ തെറ്റായി കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ, കരാർ പുതുക്കാതെ തിരുവനന്തപുരത്ത് CPMന്റെ ബിനാമികൾ കൈവശം വച്ചിരുന്ന നഗരസഭാ സ്വത്തുക്കൾ തിരിച്ചുപിടിച്ച് ലേലം ചെയ്തതിലാണോ നിങ്ങൾക്ക് BJP നടത്തിയത് തെറ്റായി പോയി എന്ന് തോന്നുന്നത്? 5000 വിദ്യാർത്ഥികൾക്ക് മേയർ കെയറിലൂടെ, സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ മേയറുടെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മേയർ കെയറിലൂടെ പഠനോപകരണം സൗജന്യമായി വിതരണം ചെയ്തിടത്താണോ നിങ്ങൾക്ക് BJPയുടെ നഗരസഭാ ഭരണം തെറ്റായി പോയി എന്ന് പറയുന്നത്? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഇരിഞ്ഞത്ത് നിങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ട് ബാങ്കായി നിങ്ങൾ നിർത്തിയിരുന്ന ഒരു സമൂഹത്തിന് നിങ്ങൾ വെച്ചുകൊടുത്ത ഫ്ളാറ്റിനകത്ത് അഴിമതി കണ്ടെത്തിയപ്പോ ആ അഴിമതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചെടുത്താണോ നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതി ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾ കാണുന്നത്? തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിജി വന്നിട്ടുണ്ട്, ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂ പ്രിന്റിനനുസരിച്ച് 5 വർഷത്തിലേക്കുള്ള റോഡ് മാപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോഡ് മാപ്പിനനുസരിച്ച് 1 by 1 എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ഈ ഡിബേറ്റിൽ ഇരിക്കുന്ന എന്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 45 വർഷക്കാലം കൊണ്ട് എവിടെ നിന്നിരുന്നോ അവിടെ നിന്ന് ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി എന്ന് സമ്മതിക്കേണ്ട നിലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ടി വരും. കാരണം ഇത് നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനവും ഇതുവരെ പുറകിലേക്ക് പോയിട്ടില്ല. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.